ഹലോ. ഗുഡ് മോർണിംഗ് ബേബി. ഗുഡ് മോർണിംഗ് ബേബി. എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നറിയോ? ഐ ലവ് യു ഡാ. ലവ് യു ടു. ഇന്ന് കോളേജിലേക്ക് നീ നേരത്തെ എത്തില്ലേ? കാണാൻ കൊതിയായിട്ടാ. ഓക്കെ. എന്നാ വേഗം എഴുന്നേൽക്ക് ബേബി പ്ലീസ്. ഓക്കെ, എഴുന്നേൽക്കാം. എഴുന്നേറ്റോ? യാ. ഒരു മരൂ. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും കേട്ടോ. ബൈ. യാ ബൈ. എന്താണ് ചേട്ടനും അനിയും തമ്മിൽ ഇത്ര കാര്യമായ സംസാരം? ഒന്നുമില്ലടോ, അമൃതയുടെ പേര് വെച്ച് ഒരു റെസ്റ്റോറന്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. 2-3 ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൈ കിട്ടുന്ന പറഞ്ഞ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി നടക്കട്ടെ. അമൃതയുടെ പേരിൽ നമ്മൾ തുടങ്ങിയ ഒരു ബിസിനസ് ഇതുവരെ നമുക്ക് നഷ്ടം വന്നിട്ടില്ല. ഈ ബിസിനസ്സും സൂപ്പർ സക്സസ് ആവും. ചേട്ടത്തി കണ്ടോളൂ. എന്റെ അമൃത സ്വർണ്ണോടാ. അവളെ ജനനശേഷമല്ലേ നമ്മുടെ വീട്ടിലെ ശുഭകാര്യങ്ങൾ ഞാൻ ഈ സ്റ്റേജിലെത്തിയതും. മകളുടെ പുരാണങ്ങൾ വീണ്ടും തുടങ്ങിയല്ലേ? ഇവരെപ്പോഴും ഇങ്ങനെയാ, അവളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുക്കളയിൽ പോകേണ്ട വഴി അങ്ങോട്ടല്ലേ? എനിക്ക് മനസ്സിലായി. എടുത്തോളൂ. ഓഫീസിൽ കാണാൻ ചേട്ടാ. ബൈ. ഹായ് ചെറിച്ച. ഹായ് മോളെ. ഗുഡ് മോർണിംഗ് ഡാഡി. വാ മോളെ. ഡാഡി. വനജ, എന്താ മോളെ? ഈ ഇടയായി അമ്മ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു, ഒന്ന് കൺട്രോൾ ചെയ്യണം. അവളെ ഡൈവോഴ്സ് ചെയ്താലോ? ഇത്രയും വർഷമായിട്ട് നിന്റെ അമ്മയുടെ മുഖം കണ്ട് ഭയങ്കര ബോറാ. ശരിയാ, നമ്മളൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് അമ്മയെ കൊണ്ടുവന്നാലോ? സൂപ്പർ. ഓ, എന്ത് പറ്റി? ഇവളെന്താ എന്നെ കുറിച്ച് പരാതി പറയാ? അല്ലല്ല, അപ്ഡേറ്റ് ഫോൺ വേണമെന്ന് പറഞ്ഞോണ്ടിരുന്നതാ. ഇന്നലത്തെ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഡാഡി, വളരെ എൻജോയ് ചെയ്തു. ലേറ്റ് നൈറ്റ് പാർട്ടി, രാവിലെ എഴുന്നേക്കാതിരിക്കുക, കോളേജിൽ പോവാതിരിക്കുക. നിങ്ങൾക്ക് നല്ല പേര് വാങ്ങിച്ചു തരുവള്. വേണ്ട 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 വേണ്ട, ഞാൻ പുറത്തുനിന്ന് ഡാഡി കഴിച്ചോളാം. ചെയ്ത സ്പെഷ്യൽ ഡിഷാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ വാരിത്തരാം. ഇങ്ങനെ വാരിക്കൊടുത്തോണ്ടിരുന്നോ? നാളെ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ആര് വാരിക്കൊടുക്കുമെന്ന് കാണാലോ. ശരിയടോ. സൂപ്പർബ്. ആരാ ചെയ്ത? ബൈ മമ്മി. ബൈ. ഗുരുവായൂരപ്പ, എല്ലാരെയും രക്ഷിക്കണേ, ആർക്കൊന്നും വരുത്തതേ. എന്താണ് മാധവൻ, നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കല്യാണം നോക്കുന്നുണ്ടോ? അവള് കൊച്ചുകുട്ടിയില്ല, ഇപ്പൊ പഠിക്കണല്ലോ. കല്യാണത്തിന് ഇനി സമയമുണ്ടല്ലോ. മാധവേട്ടന്റെ മരുമോന്ന് വെച്ചാ വെറുതെ ആണോ? ഇവിടെ നമ്മുടെ നാട്ടില് ആരും തന്നെ ചെയ്യാത്തതുപോലെ മാധവേട്ടന്റെ മോളുടെ കല്യാണം അടിപൊളിയാവും കണ്ടോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മാധവേട്ട? എന്റെ മകളുടെ കല്യാണം എങ്ങനെ ഉണ്ടാകണമെന്നറിയോ? അത് കണ്ടതിന് ശേഷം ഈ ചുറ്റുവട്ടത്തുള്ള ഒരു അതുപോലത്തെ കല്യാണത്തിന് സ്വപ്നം കാണാൻ പോലും വിറയ്ക്കണം. അതാണ് മാധവന്റെ ഒരു സ്റ്റൈല്. പറ. നമ്മുടെ കല്യാണത്തിനെ കുറിച്ച് നിന്റെ അച്ഛനോട് നീ സംസാരിച്ചോ? എന്ത്? അതിനകം മാരേജോ? നമ്മൾ ഇനിയും പഠിച്ചു തീർന്നില്ലല്ലോടാ. അദ്ദേഹത്തിന് നീ സമ്മതിപ്പിക്കില്ലേ? അതല്ല. പ്ലീസ് മോളെ, എങ്ങനെയെങ്കിലും ചെയ്യ്. ഓക്കെ. എനിക്ക് എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടേയിരിക്കണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും ബേബി. പക്ഷേ നിന്റെ അച്ഛൻ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നു. എന്റെ അച്ഛനും ഞാനെന്ന് വെച്ചാൽ ജീവനാ. ചെറുപ്പം മുതലേ ഞാൻ എന്ത് ചോദിച്ചാലും തരും, നിന്നെ ചോദിച്ചാലും തരും. അതൊക്കെ ഓർത്ത് നീ വെറുതെ ടെൻഷൻ അടിക്കാതെ കേട്ടോ. നിന്റെ അച്ഛൻ അത്ര എളുപ്പത്തിലൊന്നും സമ്മതിക്കില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ശരി, എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും, എന്നാലേ എനിക്കൊന്ന് സമാധാനം ഉണ്ടാവും. ഓക്കെ. എന്നെ പോലത്തെ ഒരു പാവപ്പെട്ടവന് നിന്റെ അച്ഛൻ നിന്നെ കെട്ടിച്ചേരൂ? ജനിച്ചു വീണപ്പോഴേ എന്റെ അച്ഛൻ പണക്കാരനൊന്നും അല്ല. പാവങ്ങളുടെ അവസ്ഥ എന്റെ അച്ഛന് നന്നായിട്ട് അറിയാം. ശരി, ഇനിയെല്ലാം നിന്റെ കയ്യിലാ. അല്ലെങ്കിലും പുള്ളി സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കില്ലേ? ശരിക്കോ? ലവ് യു മുത്തേ. ലവ് യു ടു. സമയം കളയാതെ വേഗം നിന്റെ അച്ഛനോട് കാര്യങ്ങൾ പറയാ. ശരി. ബൈ.
മോളെ നീ എവിടെ ഇവിടെ ഡാഡി നീ എന്താ മോളെ ഈ സമയത്ത് ഇവിടെ എന്തിനാ വന്നേ? സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഈ സമയത്ത് ഇവിടെ വരാൻ പാടില്ല മോളെ. Nothing will നിന്റെ happen, അടുത്ത് Daddy. ബാൽക്കണി വരരുതെന്റെ ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉറക്കം വരുന്നില്ല ഡാഡി, ആ, ചീത്ത സ്വപ്നങ്ങൾ വരുന്നു. ചീത്ത സ്വപ്നം വരുന്നോ? ഉം. കൊറേ ആലോചിച്ച് കിടന്ന് ഉറക്കം വരില്ല, ചീത്ത സ്വപ്നം വരും. എനിക്കെന്താ മോളെ കൂടുതൽ ആലോചിക്കുള്ളത്? നിനക്ക് എന്തോ വേണോ അല്ലേ മോളെ? നിനക്ക് എന്ത് പറ്റി? പറ മോളെ, ഡാഡി വാങ്ങിച്ചേ. നിനക്ക് എന്താ വേണമെന്ന് പറ. ഓ, ചോദിച്ചാ പറയില്ലെന്ന്. പിന്നെ നിനക്ക് എപ്പോ വേണമെങ്കിൽ പറഞ്ഞോ ഡാഡി അടുത്ത്. ഡാഡി, എന്നെ കാണുമ്പോ ആ ഗ്ലാസ് എന്തിനാ ഒളിച്ചു വെക്കുന്നത്? അത് ചീത്ത അതിന് തന്നെ, സ്വഭാവം. ഞാൻ ഒഴിച്ചു തരാം. തന്നെ. ശ്ശെടാ. ഇതൊക്കെ ചീത്ത സ്വഭാവമാണ് മോളെ. ഇതൊന്നും തുറന്നത് സാരമില്ല. അതൊക്കെ വേണ്ട. അമ്മ കണ്ടു കഴിഞ്ഞാൽ ഡാഡി. അടി കിട്ടും. വേണ്ട. വേണ്ട, അത് വേണ്ട, എനക്ക് വേണ്ട. ഉം. അങ്ങനെ ചെയ്യരുത് മോളെ. ഇങ്ങ് തന്നെ. മിസ്റ്റർ ജൂനിയർ മാധവൻ, നിനക്ക് നിർബന്ധം കൂടിപ്പോയി മോളെ. വേണ്ട, ഇപ്പൊ തന്നെ ഡാഡി ഫിറ്റ് ആയിട്ടായിരിക്കണ. കൂടിപ്പോയി. വേണ്ട. അത്രയും വേണ്ട, അത്രയും വേണ്ട. സാരമില്ല, ഇന്ന് കുടിക്ക. ഞാനല്ലേ ഒഴിച്ചിരുന്ന. ഇറ്റ്സ് ഓക്കെ. ദാ കുടിക്ക. Cheers. ഇത് കുറെ സ്ട്രോങ് ആയി പോയി മോളെ. നീ ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞില്ല, ഇപ്പൊ പറ, എന്ത് പറ്റി? പറ മോളെ, പറ മോളെ. ഡാഡി ഇത് പറയാ എന്തിനാ ഇത്രയും ആലോചിക്കേണ്ടിയിരിക്കുന്നേ? ഡാഡി നിനക്ക് കൊച്ചിലെ തൊട്ട് നീ ചോദിച്ചെല്ലാം ഡാഡി വാങ്ങിച്ചു തന്നിട്ടില്ലേ? എന്ത് വേണമെന്ന് പറഞ്ഞാൽ നീ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. എന്താ മോളെ? ഡാഡി, പണം ഇല്ലാത്തവരെ കുറിച്ച് ഡാഡിയുടെ അഭിപ്രായം എന്താ? പണവാ? പണം എന്തിനാ മോളെ? ക്യാരക്ടറും കമ്മിറ്റ്മെന്റും വേണം. പണം എന്താ മോളെ? ഇന്ന് വരും, നാളെ പോവും. പക്ഷേ ഒന്നുമില്ലെങ്കിലും ക്യാരക്ടർ മാത്രം അവസാനം വരെ കാണണം മോളെ. അപ്പോഴേ അവന് മാധവനെ പോലെ വരാൻ പറ്റൂ. ക്യാരക്ടർ, കമ്മിറ്റ്മെന്റ്. അത് പിന്നെ ഡാഡിയെ പോലെ ഒരു ഡാഡിയെ പോലെ ഇരിക്കാൻ പറ്റില്ല മോളെ. അല്ല, മാധവ സിംഗിൾ പീസാണ് മോളെ. അല്ലെങ്കിൽ അവിടെ എവിടെയോ തുടങ്ങി കഷ്ടപ്പെട്ട്. ഡാഡി, ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ പറ മോളെ. അത് ഞാൻ കോളേജില്. അതെ, ഈ സമയത്ത് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്താ ഞാനറിയാണ്ട് നിങ്ങൾ രണ്ടുപേരും സീക്രട്ട് പറഞ്ഞോണ്ടിരിക്കുക? ഇതുവരെ സീക്രട്ട് ആയിരുന്നു, പക്ഷെ ഇപ്പോ നീ വന്നില്ലേ. ഇരിക്കവിടെ തുടങ്ങിയല്ലേ? ഇന്ന് ഓഫീസില് കാലത്തെ 3 ഫ്രണ്ട്സ് വന്നിരുന്നു. നമ്രതയുടെ കല്യാണം കുറിച്ച് അവര് സംസാരിച്ചിരുന്നു. ഡാഡി, മോളെ. അല്ല, ഈ മാധവന്റെ മോളെ കല്യാണം എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവണം? എങ്ങനെ അവര് ഇങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ചെന്ന് ആലോചിക്കണം. ഡാഡി പ്ലീസ്. എന്റെ മൊത്തം സ്വത്തും ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കും മോളെ. ഡാഡി ഇന്ന് ഒരുപാട് കുടിച്ചു, ഇനി മതി. ചെന്ന് കിടന്ന് ഉറങ്ങിയേ. മമ്മി പ്ലീസ്, ഡാഡിയോടൊന്ന് പറഞ്ഞേ. മതി, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക. ചെല. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് ഡാഡി. ഇപ്പൊ തന്നെ വൈകി. ഇന്നേക്കിത് മതി. വാ കിടക്കാം. ലേറ്റ് ആയിക്കൊണ്ടിരിക്കാം. നാളെ രാവിലെ ഓഫീസിൽ പോണ്ടതല്ലേ? 5 നിമിഷമൊന്നും വേണ്ട. വാ പോവാം. ഡാഡിക്ക് പ്രവീണിനെ ഓർമ്മയില്ലേ? ഞാൻ അവനെ സ്നേഹിക്കുകയാണ് ഡാഡി. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. No, wait. ഡാഡി, എനിക്ക് പ്രവീണിനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡാഡിക്ക് പ്രവീണിനെ ഓർമ്മയില്ലേ? അവനെ ഞാൻ സ്നേഹിക്കുകയാണ്.
അവനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു.